ഈ ക്രൈസ്തവർക്കെതിരെ മധ്യപ്രദേശിൽ ഒരു ആക്രമണം ഉണ്ടായില്ല, അതുമായി ബന്ധപ്പെട്ട് കൈരളിയുടെ റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ അതിരൂക്ഷമായാണ് അതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ രൂക്ഷമായി പ്രതികരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം കൈരളി ടി വിയുടെ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വഖഫ് ബില്ല് പാർലമെൻറ്റിൽ ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായി, അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. സുരേഷ് ഗോപി പറയുകയും ചെയ്തു, കേരളത്തിൽ നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ, അത് അറബിക്കടലിൽ മുങ്ങിപ്പോകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി അവർ ടാർഗറ്റ് ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഇതൊന്നും മറയ്ക്കാൻ, അതായത് ഒരു ക്രൈസ്തവ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, ക്രൈസ്തവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് BJP ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. കേരളത്തിലെ മുനമ്പം നിവാസികളുടെ പ്രശ്നം എന്താണെന്ന് വളരെ വ്യക്തമാണ്. വഖഫ് ബോർഡ് അവരെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. ആ അവസരത്തിൽ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരെ സംരക്ഷിക്കാതെ, അവരെ കൈയൊഴിഞ്ഞ്, അവരെ അവഗണിച്ച് പാടെ തള്ളിക്കളഞ്ഞപ്പോൾ BJP ആണ് അവർക്ക് നേരെ സഹായഹസ്തം നീട്ടിയത്. അതുകൊണ്ട് തന്നെ BJPയും ക്രൈസ്തവരുമായിട്ടുള്ള അടുപ്പത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ശ്രമിക്കുമെന്ന് വ്യക്തമാണ്. അതിന്റെ കൈരളിക്ക് ഇത്രയും വിഷമം വരാൻ കാരണം ഇന്നലെ നാം കണ്ടതല്ല, ലോക്സഭയിൽ അതെ നമ്മുടെ ബ്രിട്ടാസിനെ എടുത്തിട്ട് പൊട്ടാസ് പൊട്ടിക്കും പോലെ ഏറിൽ നിർത്തി കളഞ്ഞു. അപ്പോ സ്വന്തം MD-യെ ഈ രീതിയിൽ പൊട്ടാസ് പൊട്ടിക്കുമ്പോൾ ഏറിൽ കയറ്റുമ്പോൾ ഒരു വിഷമം വരുന്നത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും. അതെന്ത് സുരേഷ് ഗോപി അതെന്താണ് തിരിച്ചറിയാത്തത്? സുരേഷ് ഗോപി അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ കൈരളിക്കാരനെ കണ്ണം വഴി ഓടിച്ചത് സുരേഷ് ഗോപി. ഇവിടെ സ്വന്തം തൊഴിലാളികൾക്ക് വിഷമം വരുമല്ലോ, അതായിക്കോട്ടെ. പക്ഷെ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം പറയാലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ജബൽപൂരിൽ എന്താ സംഭവിച്ചത്? ജബൽപൂരിൽ നടന്നതിന് മറുപടി, സുരേഷ് ഗോപി ജബൽപൂരിൽ നിന്നുള്ള MP അല്ല, ജബൽപൂരിൽ നിന്നുള്ള യാതൊരു ഇതുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിയല്ല, അദ്ദേഹം അതൊന്നുമല്ല. അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ തന്നെ ഒരു ദുഷ്ടലാക്ക് അതിൻ്റെ പുറകിലുണ്ട്. ആ ദുഷ്ടലാക്കിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപി അവരെ ഓടിച്ചു വിട്ടത്. അദ്ദേഹം എന്താ പറഞ്ഞത്? കൃത്യമായിട്ട് നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകും. അതിനവിടെ പോലീസുണ്ട്, ഭരണമുണ്ട്, BJP ആണ് അവിടെ ഭരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ കണ്ടത് തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ മണിപ്പൂർ കത്തിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം മൗനമായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും പുതിയ പ്രസിഡന്റ് വരുന്നു. ലോക്സഭയിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായ രണ്ടുപേരും ഈ പാർലമെന്റിൽ കത്തിക്കയറുന്നു. അങ്ങനെ കേരളത്തിലൊരു അതോടൊപ്പം തന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പല സഭകൾ ഇപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോഴാണ് നാം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ കണ്ടത് ആ ചർച്ച തന്നെ വീണ്ടും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഈ ക്രൈസ്തവ സ്നേഹം പറയാൻ എന്തെങ്കിലും അർഹത ഈ ഇടതുപക്ഷത്തിനുണ്ടോ? ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്ന സർക്കാരെ എന്ന് പറഞ്ഞ് പഴയ വിമോചന സമര കാലത്ത് ഉയർന്ന മുദ്രാവാക്യം ഇവർ മറന്നുപോയോ? അവർ മറന്നെങ്കിലും കേരളം മറന്നിട്ടില്ല, സുരേഷ് ഗോപിയും മറന്നിട്ടില്ല, BJP അതൊരിക്കലും മറക്കുകയുമില്ല. ഇവിടുത്തെ അന്ന് ഈ ഫ്ലോറി എന്ന് പറയുന്ന ഗർഭിണിയെ അങ്കമാലിയിൽ നമുക്കറിയാമല്ലോ. അങ്കമാലിയിലും മറ്റും നടന്ന വിമോചന സമരകാലത്ത് നടന്ന പോലീസ് നടപടികൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചരിത്രത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇടത് സർക്കാർ എങ്ങനെയാണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ചും ഈ കടലോര പ്രദേശത്തുള്ള ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളായ ആൾക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ലത്തീൻ കത്തോലിക്കരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, റോമൻ കത്തോലിക്കരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തെളിവ് സഹിതം ഇന്നും അതിൻ്റെയൊക്കെ പിന്നെ ജീവിക്കുന്ന തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പിന്നെ ഈ ക്രൈസ്തവ സ്നേഹം, ജബൽപൂരിലെ ക്രിസ്ത്യാനികളോട് എന്തൊരു സ്നേഹം! ഈ കേരളത്തിലെ ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊല്ലാൻ ഒരു ഇതുമില്ലായിരുന്നു, മടിയുമില്ലായിരുന്നു ഈ പറയുന്ന ഇടതു സർക്കാരിനും ഇടതുപക്ഷത്തിനും. എന്നിട്ട് അന്ന് അതിനെ ന്യായീകരിക്കാൻ EMS അടക്കമുള്ളവർ എന്തൊക്കെ നുണകളാണ് പ്രചരിപ്പിച്ചത്. ആ ഇടതുപക്ഷമാണ് ഇപ്പോൾ BJPക്കെതിരെ വാളോങ്ങി വന്നിരിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. ജബൽപൂരിൽ മതപരിവർത്തനത്തിന് ചെന്ന ക്രിസ്ത്യൻ മിഷണറിമാരും പ്രാദേശികമായി അവിടെ ഉണ്ടായിരുന്ന ഇത്തരം കാര്യങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് സുരേഷ് ഗോപി. അതെ, അത് തന്നെയാണ് അതിനുള്ള മറുപടി. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? ഈ ജബൽപൂരിലെ കാര്യം, ജബൽപൂരിലെ കുത്തക അങ്ങ് ഇടതുപക്ഷം എടുത്തിരിക്കുകയാണോ? ജബൽപൂരിൽ പേരിനെങ്കിലും ഒരു വാർഡ് മെമ്പറെങ്കിലും ഉണ്ടോ ഈ പറയുന്ന മധ്യപ്രദേശിൽ ഇടതുപക്ഷത്തിന് എത്ര ബ്രാഞ്ച് കമ്മിറ്റികൾ അവിടെ ഉണ്ട്, എത്ര ജില്ലാ ഘടകങ്ങൾ അവിടെ ഉണ്ട്?
ഈ പറയുന്ന ചുവന്ന കൂടി അവിടെ റെയിൽവേ സ്റ്റേഷനിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഈ ഇടതുപക്ഷം ഇപ്പോൾ ഈ പറഞ്ഞ ക്രൈസ്തവ പ്രേമവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതിൻ്റെ പുറകിലെ രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. അത് ഇടതുപക്ഷം അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വളരെ വ്യക്തമാണ്. അദ്ദേഹം വളരെ കൃത്യമായി കൈരളിക്ക് മറുപടി കൊടുത്തു. ജബൽപൂരിൽ എന്തെങ്കിലും തരത്തിൽ ഈ എല്ലാ കാലത്തും കൈരളി മീഡിയ ആണ് വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ വേട്ടയാടിയിട്ടുള്ളത്. നാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കണ്ടതായിരുന്നു, ഒരു വനിതാ മാധ്യമ പ്രവർത്തക തന്നെ സുരേഷ് ഗോപിക്കെതിരെ പരാതിയെന്നും. പക്ഷേ ജനങ്ങൾ അതൊന്നും അതിന് പുല്ലുവിലയെ കൽപ്പിച്ചുള്ളൂ. ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു, അത് പുറങ്കാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ ഇന്നും സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ ആശാ സമരത്തിൽ സുരേഷ് ഗോപി പോയി പങ്കെടുത്തു. അവർക്ക് മഴ പെയ്തപ്പോൾ കൊടയും റെയിൻകോട്ടും വാങ്ങിക്കൊടുത്തു. അതിനെന്തൊക്കെയായിരുന്നു നാടകങ്ങൾ ഇവിടെ? എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഇടതുപക്ഷം ഉന്നയിച്ചത്? പ്രത്യേകിച്ച് CPM-ഉം CIT-കാർ എന്താ പറഞ്ഞത്? അദ്ദേഹം ഈ കൊട കൊടുത്ത സ്ഥിതിക്ക് വേറൊന്നുകൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? അവരോടൊപ്പം അവർ പാട്ടുപാടി അതിനോടൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചു സുരേഷ് ഗോപി. അത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്. അല്ലാതെ ഇവർ ചെയ്യുന്നത് പോലെ ചുംബനവുമായിട്ടല്ലല്ലോ നടന്നത് സുരേഷ് ഗോപി. ഇവരിവിടെ ചുംബന സമരം സംഘടിപ്പിച്ചവരല്ലേ? ഇവരിവിടെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചവരല്ലേ? അതൊന്നുമല്ലല്ലോ സുരേഷ് ഗോപി ചെയ്തത്. ഇവരിവിടെ മയ്യത്ത് നമസ്കാരം നടത്തിയവരല്ലേ? ഇല്ലാത്ത പോലീസ് വെടിവെപ്പിന്റെ പേരിൽ ജാമിയ മില്ലിയിൽ 2 വിദ്യാർത്ഥികൾ പോലീസിന്റെ വെടിവയ്പിൽ വെടിയേറ്റ് മരിച്ചു എന്നുള്ള നുണ പ്രചരിപ്പിച്ച്, ഇല്ലാത്ത വാർത്ത പ്രചരിപ്പിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലും രാജ്ഭവന്റെ മുമ്പിലുമൊക്കെ മയ്യത്ത് നമസ്കാരം നടത്തിയവരല്ലേ ഈ ഇടതുപക്ഷക്കാർ? അവർക്ക് ഇതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്. സുരേഷ് ഗോപി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അല്ല, വേറൊരു പ്രശ്നം, ഈ ദേശാഭിമാനിയും കൈരളിയെല്ലാം വലിയ പ്രതിസന്ധിയിലായത് സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ്. അതെ, നുണ വിജയിക്കുന്നില്ല. പണ്ട് നമ്മൾ പറയാറുണ്ട്, സത്യം ചെരുപ്പിടുന്നതിന് മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്നൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ്. ഇപ്പോൾ അതൊന്നും വിജയിക്കുന്നില്ല. കാരണം ദേശാഭിമാനിയോ കൈരളിയോ അല്ലെങ്കിൽ ഏത് ചാനലോ ആകട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉടൻ തന്നെ അതിന്റെ യാഥാർത്ഥ്യവുമായിട്ട് രംഗത്ത്. ഇന്നലെ തന്നെ ഈ രാധാകൃഷ്ണനെതിരെ സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു പാർലമെന്റിൽ. അതെ, അപ്പോഴേക്കും കൈരളി TV-യുടെ വാർത്ത എങ്ങനെയാണ്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ പ്രമേയം പാസ്സാക്കിയപ്പോൾ അതിനെ അവഹേളിച്ചു. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ മാധ്യമ പ്രവർത്തകരെ അവഹേളിച്ചു എന്നുമായിരിക്കും വാർത്ത. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പാർലമെന്റിൽ ഒരു MP, ഒരു കേന്ദ്രമന്ത്രി മറുപടി പറയുമ്പോൾ അത് എങ്ങനെയാണ് ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അവഹേളിക്കുന്നതാകുന്നത്? അപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നവർ പിന്നെ ഓട് പൊളിച്ചിറങ്ങിയവരാണോ? അവരെ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ? അവരെ അത് നാം ഇന്നലെയും കണ്ടല്ലോ. സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കുന്നത് പിണറായി വിജയന്റെ പെട്ടിയെടുത്തു വന്ന ബ്രിട്ടാസാണ്. അതെ, ഈ ബ്രിട്ടാസിന്റെ വെല്ലുവിളി ഞാൻ കേട്ടു. എന്താ? കേരളത്തിലെ ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, അത് ഞങ്ങൾ തിരുത്തും, തൃശ്ശൂരിലെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. പൂട്ടി ബംഗാള് പൂട്ടി, ത്രിപുര പൂട്ടി, മഹാരാഷ്ട്രയിൽ പേരിനെങ്കിലും ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടി. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ്, അതും താമസിയാതെ പൂട്ടും. SFIO വരുന്നുണ്ട് താക്കോലുമായിട്ട്. അല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇവർ കേരള ബാങ്കിന്റെ അക്കൗണ്ട് പൂട്ടിച്ചപ്പോൾ എടുത്തത് വേൾഡ് ബാങ്കിന്റെ അക്കൗണ്ടാണ് സുരേഷ് ഗോപി തുറന്നത് അല്ലെ? കാരണം ഒരു നിയമം എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 7 or 8 നിയമസഭാ മണ്ഡലങ്ങളുള്ള തൃശ്ശൂർ എന്ന വലിയ ലോക്സഭയാണ്. അതെ, ആ ലോക്സഭാ മണ്ഡലമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതെ, 7-ൽ 6 സ്ഥലത്തും അദ്ദേഹം 1ാം സ്ഥാനത്തെത്തി. ഒരു സ്ഥലത്താണ് 2ാം സ്ഥാനം. നിയമം എന്ന ഒറ്റ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ 6ലേക്ക് എത്തിയത്. മാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, CPM-ന്റെ പണി പൂട്ടി ആ താക്കോല് സുരേഷ് ഗോപി മിക്കവാറും അറബിക്കടലിൽ എറിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ കൈരളി TV-യും ബ്രിട്ടാസും ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നാട്ടിൽ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഈ പറയുന്നത് പോലെ ഇതല്ല, മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, ഇനിയും 4 വർഷം ഉണ്ടല്ലോ ഈ പൊട്ടാസിന് ഇത്തരം തിരിച്ചടികൾ വാങ്ങാൻ. അതെ, തിരിച്ചടികൾ ഇനിയും ബ്രിട്ടാസിന്റെ ജീവിതം ബാക്കി, തിരിച്ചടികൾ വാങ്ങാൻ. കാരണം അതായത് 1 വർഷമായില്ല ലോക്സഭ, അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപിക്ക് ഇനി 4 വർഷം ബാക്കിയുണ്ട്. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കും. ബ്രിട്ടാസെ തയ്യാറായിക്കൊള്ളൂ ഇനിയും തിരിച്ചടികൾ വാങ്ങാൻ.